നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പുറപ്പെടുവിച്ച ആദ്യത്തെ ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ അറിയിച്ചു. അയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് ശേഷം അധികാരമേറ്റ മുജ്തബ ഖമനേയി നിലവിലെ യുദ്ധ സാഹചര്യത്തിലാണ് ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത്. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് ശത്രുക്കൾക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കുമെന്നും അത് അടച്ചിടുന്നത് തുടരുമെന്നും ഖമനേയി വ്യക്തമാക്കി. തന്ത്രപരമായ നീക്കമാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. അതേസമയം രക്തത്തിന് പ്രതികാരം ചെയ്യാൻ മറക്കില്ലെന്നും ഖമേനി കൂട്ടിച്ചേർത്തു. ഹോർമൂസിൽ നിയന്ത്രണം തുടരുമെന്നും ഗൾഫ് മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും അടിയന്തരമായി അടച്ചു പൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം അവ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഓരോ ഇറാൻ പൗരനും വേണ്ടി പ്രതികാരം ചെയ്യുമെന്നും ശത്രുക്കളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അയൽ രാജ്യങ്ങളുമായി സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും US താവളങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന രാജ്യങ്ങൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുമതിയും നൽകി. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ കപ്പലിന് തീപിടുത്തമുണ്ടായി. കപ്പൽ സമുദ്രത്തിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ 2 നാവികർക്ക് പരിക്കേറ്റു. ഇവർക്ക് കപ്പലിൽ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകി. കപ്പലിലെ അഗ്നിശമന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാർ തന്നെ വേഗത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി. കപ്പലിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗൾഫിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജർമ്മനിയിൽ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് സൈറൻ മുഴങ്ങിയത് മിക്ക ആളുകളെയും പരിഭ്രാന്തിയിലാക്കി. ജർമ്മനിയിൽ NRV, SN, ബയേൺ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വാർണിംഗ് ഡേ ആയതിനാലാണ് സൈറനുകൾ മുഴങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ അപായ സൈറനുകളും മൊബൈൽ ഫോൺ അലർട്ടുകളും മുഴങ്ങിയത് യഥാർത്ഥ അപകട സൂചന ആയിരുന്നില്ല, മറിച്ച് സർക്കാർ നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു. യുദ്ധം, പ്രകൃതിക്ഷോഭം, ഭീകരാക്രമണം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. രാവിലെ 11 മണിയോടെ നഗരങ്ങളിൽ സൈറനുകൾ മുഴങ്ങുകയും ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ എക്സ്ട്രീം ത്രെറ്റ് എന്ന തലക്കെട്ടോടെ സന്ദേശങ്ങൾ വരികയും ചെയ്തു. ഇതൊരു പരീക്ഷണമാണ്, നിലവിൽ അപകടമൊന്നുമില്ല എന്ന സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. അരമണിക്കൂറിന് ശേഷം ഓൾ ക്ലിയർ എന്ന സന്ദേശവും നൽകി. അന്താരാഷ്ട്ര സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ അത്യാവശ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. അടുത്ത സെപ്റ്റംബർ 10 ജർമ്മനിയിൽ ഉടനീളം വിപുലമായ രീതിയിൽ വീണ്ടും ഇത്തരം പരീക്ഷണങ്ങൾ നടക്കും. ലുഫ്താൻസയിൽ പൈലറ്റ് പണിമുടക്ക് മൂലം 100 വിമാനങ്ങൾ റദ്ദാക്കി. ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസയിലെ പൈലറ്റുമാർ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ 48 മണിക്കൂർ പണിമുടക്കിൽ ഏർപ്പെട്ടതാണ് കാരണം. ദിവസേന 300 ഫ്ലൈറ്റുകൾ വീതം റദ്ദാക്കേണ്ടി വന്നു. ജർമ്മനിയിൽ നിന്ന് പുറപ്പെടേണ്ട 100 വിമാനങ്ങൾ റദ്ദാക്കി. ഫ്രാങ്ക്ഫർട്ടിൽ 300ഉം മ്യൂണിക്കിൽ 230 വരെയും സർവീസുകൾ ഇതുമൂലം റദ്ദാക്കേണ്ടി വന്നു. പകുതിയോളം സർവീസുകൾ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അവിടേക്കുള്ള വിമാനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സൗജന്യമായി റീബുക്ക് ചെയ്യാനോ പണം തിരികെ വാങ്ങാനുള്ള സൗകര്യമോ ലഭ്യമാണ്. ശനിയാഴ്ചയോടെ സർവീസുകൾ പൂർണ്ണമായി സാധാരണ നിലയിലാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ജർമ്മനിയിലെ തൊഴിൽ വിപണി നേരിടുന്ന വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം വർദ്ധിക്കുന്നതായി, അതായത് ഫാക്ക്രാഫ്റ്റ് മാംഗൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ജർമ്മനിയിൽ വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം പുതിയ റിപ്പോർട്ടുകൾ വഴി ഉണ്ടാകുമ്പോൾ ജർമ്മനിയുടെ സാമ്പത്തിക മേഖലയെ തളർത്തുന്ന പ്രധാന വെല്ലുവിളിയായി വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം തുടരുകയാണെന്നാണ് പറയുന്നത്. ജർമ്മനിയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തൊഴിലാളികളുടെ ക്ഷാമം മറികടക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് ആളെ കണ്ടെത്താനുള്ള, അതായത് ഹൗസ്ലാൻഡ് റിക്രൂട്ടിംഗ് ശ്രമങ്ങൾ ഊർജിതമാക്കി. ജർമ്മനിയിലെ കൈത്തൊഴിൽ മേഖലയിൽ മാത്രം നിലവിൽ 2 ലക്ഷത്തിലധികം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നുണ്ട്. പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ആളെ കിട്ടാത്തത്. അതുപോലെ തന്നെ നിർമ്മാണ മേഖലയും ആളുകളെ കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. വിദേശത്തു നിന്നുള്ള തൊഴിലാളികളെ കൊണ്ടുവരുന്നതിനും അവരുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കുന്നതിനും നിലനിൽക്കുന്ന കടുത്ത നിയമക്കുരുക്കൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ലഘൂകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി തുടങ്ങിയിട്ടുണ്ട്. ഡിജിറ്റലൈസേഷൻ വേഗത്തിലാക്കാൻ ആവശ്യമായ IT വിദഗ്ധരുടെ ക്ഷാമം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഏകദേശം 30% കമ്പനികളും ഈ മേഖലയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. വിദേശ റിക്രൂട്ട്മെന്റിന് പുറമെ നിലവിലുള്ള ജീവനക്കാർക്ക് കൂടുതൽ ശമ്പളവും മികച്ച ജോലി സാഹചര്യങ്ങളും നൽകി അവരെ നിലനിർത്താൻ കമ്പനികൾ പാടുപെടുകയാണ്.
ജർമ്മനിയിലെ ഒസ്നാബർക്കിൽ സ്കൂളിൽ 5000 യൂറോയുമായി എത്തിയ 7 വയസ്സുകാരനെ കുറിച്ചുള്ള രസകരമായ വാർത്തയാണിത്. സ്കൂളിൽ ലക്ഷപ്രഭുവായി 7 വയസ്സുകാരൻ എത്തിയത് എല്ലാവർക്കും അതിശയമായി. ബാഗിൽ 5 ലക്ഷത്തോളം രൂപയാണ് ഉണ്ടായിരുന്നത്. ഒസ്നാബർക്കിലെ ഒരു പ്രൈമറി സ്കൂളിലാണ് സിനിമാ കഥയെ വെല്ലുന്ന സംഭവം നടന്നത്. തന്റെ ബാഗിൽ 5000 യൂറോയുമായി എത്തിയ കുട്ടി സഹപാഠികളെ ഞെട്ടിച്ചു. സ്കൂളിലെത്തിയ 7 വയസ്സുകാരൻ തന്റെ കൂട്ടുകാർക്ക് മുന്നിൽ കെട്ടുകണക്കിന് നോട്ടുകൾ പ്രദർശിപ്പിക്കുകയായിരുന്നു. ഇത് കണ്ട അധ്യാപകർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. കുട്ടി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരു കവർ കൈക്കലാക്കുകയായിരുന്നു. മാതാപിതാക്കൾ കാർ വാങ്ങുന്നതിനായി ബാങ്കിൽ നിന്ന് പിൻവലിച്ചു വെച്ചിരുന്ന പണമായിരുന്നു അത്. ഞാനൊരു പണക്കാരനായാൽ എന്ത് ചെയ്യും എന്ന വിഷയത്തിൽ കൂട്ടുകാരുമായി ഒരു ചർച്ച നടത്താനാണ് താൻ ഈ പണം കൊണ്ടുവന്നെന്നാണ് കുട്ടി പോലീസിനോട് പറഞ്ഞത്. പോലീസ് ഇടപെട്ട് പണം സുരക്ഷിതമായി മാതാപിതാക്കളെ ഏൽപ്പിച്ചു. റിയാൻ എയർ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നത് വഴി ബെർലിനും ഹാംബർഗും പ്രതിസന്ധിയിലാവും. ജർമ്മനിയിലെ വിമാനത്താവള നിരക്കുകൾ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പ്രമുഖ ബജറ്റ് എയർലൈനായ റിയാൻ എയർ തങ്ങളുടെ 2026 സമ്മർ ഷെഡ്യൂളിൽ വലിയ മാറ്റങ്ങളാണ് പ്രഖ്യാപിച്ചത്. ബെർലിനിൽ 1.5 ലക്ഷം സീറ്റുകളും ഹാംബർഗിൽ 70,000 സീറ്റുകളുമാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. വലൻസിയ, ഇബീസ, മാഡ്രിഡ് തുടങ്ങിയ ജനപ്രിയ റൂട്ടുകളിലെ വിമാനങ്ങളുടെ എണ്ണവും 25% മുതൽ 43% വരെ കുറയും. വലിയ വിമാനത്താവളങ്ങളിൽ സർവീസ് കുറച്ചെങ്കിലും ചെലവ് കുറഞ്ഞ പ്രാദേശിക വിമാനത്താവളങ്ങളിലേക്ക് റിയാൻ എയർ കൂടുതൽ ശ്രദ്ധ നഗരാലായി കൊളോൺ, ബ്രമൻ, മേമിങ്ങൻ എന്നിവിടങ്ങളിൽ നിന്ന് പുതിയ 14 റൂട്ടുകൾ ആരംഭിക്കും. പുതിയ താവളങ്ങളായി സാർബ്രുക്കൻ, ഫ്രീഡ്രിഷ് ഹാഫൻ എന്നീ വിമാനത്താവളങ്ങളെ കൂടി റിയാൻ എയർ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വൻകിട നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ചെറിയ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളാണ് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ കുറഞ്ഞ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന വിമാനത്താവളങ്ങൾക്ക് മുൻഗണന നൽകുന്ന കാരറ്റ് ആൻഡ് സ്റ്റിക്ക് നയമാണ് റിയാൻ എയർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇറാൻ US സംഘർഷം മുറുകുന്നതിനിടെ ഇറാന്റെ വൈദ്യുതി ഉൽപാദന ശേഷി പൂർണ്ണമായും തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. ഇതിന് മറുപടിയായി മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ വൈദ്യുതി ഗ്രിഡുകളെയും ഇരുട്ടിലാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വൈദ്യുതി ബന്ധം വെറും 1 മണിക്കൂറിനുള്ളിൽ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും അത് പുനഃസ്ഥാപിക്കാൻ ഇറാന് 25 വർഷം വേണ്ടിവരുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. എന്നാൽ US ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ ആക്രമിച്ചാൽ വെറും അരമണിക്കൂറിനുള്ളിൽ ഗൾഫ് മേഖലയിലാകെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ തർക്കം എണ്ണവില കുതിച്ചുയരാനും ആഗോള സാമ്പത്തിക മേഖലയിൽ കടുത്ത ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. യുഎസിലെ മിഷിഗൺ വെസ്റ്റ് ബ്ലൂംഫീൽഡിലുള്ള ഇസ്രായേൽ സെനഗോഗിന് നേരെ വ്യാഴാഴ്ച വെടിയുതിർക്കുകയും വാഹനം ഇടിച്ചു കയറ്റുകയും ചെയ്ത പ്രതിയെ പോലീസ് വെടിവെച്ചു വന്നു. തോക്കുധാരിയായ ഒരാൾ തന്റെ കാർ സെനഗോഗിലേക്ക് ഇടിച്ചു കയറ്റുകയും വെടിയുതിർക്കുകയുമായിരുന്നു. ഇടിയിൽ കാറിന് തീപിടിച്ചു. പ്രതി സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. ഭാഗ്യവശാൽ മറ്റാർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. മുൻകരുതൽ എന്ന നിലയിൽ മേഖലയിലെ ജൂത സംഘടനകൾ ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.